ഹലോ ഗൈസ്, കുറേ നാളത്തെ ഗ്യാപ്പിന് ശേഷം ഇന്ന് കോളേജിലേക്ക് പോവുകയാണ്. ഞാൻ റെഡിയായി ഡൈനിങ് ടേബിളിൽ വന്നപ്പോൾ അമ്മ കാപ്പിയൊക്കെ റെഡിയാക്കി വെച്ചു. ഞാനത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോഴാണ് വേറൊരാളവിടെ അമ്പലത്തിൽ പോയിട്ട് ഒരുങ്ങുന്നുണ്ടത്. ഞാൻ നേരെ കോളേജിൽ പോകാനായിട്ട് ജംഗ്ഷനിലേക്ക് വന്നു. നമ്മുടെ ബസ് വന്നു, ബസ്സിൽ കയറി നേരെ കോളേജിലേക്കാണ് ഗൈസ്. എൻ്റെ നാട്ടിൽ തന്നെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടൊരു സ്ഥലമാണ് ഗൈസ് ഈ ഒരു നെൽപ്പാടം. ഈ വരുന്ന പുള്ളിക്കാരെ ശ്രദ്ധിച്ചോണം, ഇതെൻ്റെ കൂട്ടുകാരിയാണ്, അഞ്ജു എന്ന പേര്. ഞാൻ കുറച്ച് ദിവസമായിട്ട് കോളേജ് ഇല്ലാത്തതിൻ്റെ ഒരു ചെറിയ പിണക്കുണ്ടായിരുന്നു പുള്ളിക്കാരി. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ കോളേജിലേക്ക് പോയി. കോളേജിൽ ചെന്നപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു. ഞങ്ങൾ കുറച്ച് പേരെ വന്നോളൂ കേട്ടല്ലോ. ഇതാണ് ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ. എല്ലാവരുടെ കാര്യമൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. ഇത് കണ്ടില്ലേ, പുള്ളിക്കാരി പ്രത്യേകം പറഞ്ഞെടുപ്പിച്ചതാണ്. ഞങ്ങൾ ഇതിൻ്റെ നേരെ ഞങ്ങൾ പോയത് ക്ലാസ് ക്ലീൻ ചെയ്യാനാണ്. ഞങ്ങളത്തെ ടീച്ചർ ആദ്യം ടാസ്ക് തന്നെ അതാണ്. ക്ലാസ് ക്ലീനിങ് നടക്കുന്നതിൻ്റെ ഇടയിൽ അഞ്ചു ആണെങ്കിൽ ഓരോന്ന് പറക്കിയെടുക്കുക, രേഷ്മയാണെങ്കിൽ എൻ്റെ കൂടെ നിൽക്കുക. പിന്നെ ക്ലാസ്സിലെ പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇറങ്ങി. അവർ കണ്ടില്ലേ, ഫാൻസിൽ കയറിയ അഞ്ചു ആണെങ്കിൽ ഇനി എന്ത് കണ്ടാലും കുട്ടിക്കളിയാണ്. കുട്ടിക്കളി മാറാത്ത ഒരാളാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ, ഏറ്റവും കുട്ടിക്കളി മാറാത്ത ഒരാളാണ് പുള്ളിക്കാരി. പുള്ളിക്കാരിയും കൊണ്ട് എങ്ങും പോകാൻ പറ്റില്ല. ഇത് വേറെ ആൾ സൂര്യ, അയാൾ എന്തോ ആലോചിക്കുകയാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കാര്യമൊക്കെ പറഞ്ഞ് അവിടെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ കിടക്കും. സൂര്യക്കാണെങ്കിൽ ഒടുക്കത്തെ നാളാണ് കേസ്, വീഡിയോയ്ക്ക് മുന്നേ വരാൻ ഒടുക്കത്തെ നാളാണ്. ഞങ്ങൾ തിരിച്ചു പോകുന്നതും ഞങ്ങളുടെ വന്ന ബസ്സിൽ തന്നെയാണ് കേസ്. അപ്പോൾ അന്നത്തേക്ക് അത്രയേ ഉള്ളൂ കേസ്. ടാറ്റ, ബൈ ബൈ.